ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 തേവരയിൽ വെച്ച് വിക്ടബർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. ദൈവവചനത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, കാത്തിരിപ്പിൻ്റെ രഹസ്യം, ദൈവത്തിൻ്റെ കൃപയുടെ രഹസ്യം, ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മൾ കേട്ടു. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. യേശുവിൻ്റെ രഹസ്യം മുഴുവനും പിതാവായ ദൈവത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ രഹസ്യം മുഴുവനും ഈശോയിൽ ഒളിഞ്ഞു കിടക്കുന്നു. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും നിധികൾ അവനിലാണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത്. ഈശോയിലാണ് ദൈവിക രഹസ്യങ്ങൾ മുഴുവനും ഒളിഞ്ഞു കിടക്കുന്നത്. ആ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. 4 വർഷമെങ്കിലും നമ്മൾ വിശുദ്ധി പാലിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മളുടെ മേൽ ആവസിക്കും. ദൈവവചനത്തിൽ കൂടെ അവിടുന്ന് നമ്മളെ നയിക്കുന്നു. കുദാശകളിലൂടെ അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അവിടുന്ന് നമ്മളെ ബോധവാന്മാരാക്കുന്നു. പാപത്തെക്കുറിച്ചുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കെപ്പോഴും നീതീകരണമായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളിൽ തന്നെയുള്ള പാപങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുക. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, കുമ്പസാരിക്കുവാൻ നമ്മൾ ആ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെയും നമ്മൾ മറ്റു വ്യക്തികളെ ആയിരിക്കും കുറ്റപ്പെടുത്തുക, മറ്റു വ്യക്തികളുടെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമുക്ക് സംസാരിക്കാനുണ്ടാകുക. അതേസമയം നമ്മൾ ആ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാകുന്നത് നമ്മുടെ തെറ്റുകളാണ്, നമ്മുടെ പാപങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ പാപ സാഹചര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് ഓർക്കുക. ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. എളിമപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറയുവാൻ അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുഭാഷിതത്തിൻ്റെ പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ തെറ്റുകൾ ഏറ്റുപറയുന്നവന് ഐശ്വര്യമുണ്ടാകും, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. നമ്മൾ ആ കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ പാപബോധം നമ്മളിൽ വരുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തിനെതിരായി നമ്മൾ പാപം ചെയ്തു എന്നുള്ള ഒരു ദുഃഖം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ കൃപയ്ക്ക് നമ്മൾ പാത്രമാകുകയാണ്. ദൈവത്തിൻ്റെ ആശ്ലേഷണത്തിന് നമ്മൾ പാത്രമാകുകയാണ്. അത് ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹമാണ് നമ്മുടെ മാനസാന്തരം. ഈ മാനസാന്തരമാണ് സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്, 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ ഒത്തിരി പേര് ഉണ്ടെങ്കിലും ഒരു വ്യക്തി അനുദപിക്കുമ്പോൾ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അത്രയും ദൈവം സന്തോഷിക്കുന്ന സമയമാണ് അനുദപിക്കുക. പാപങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോരാനുള്ള ഒരു ആഗ്രഹം. ഹൃദയത്തിൽ വരുന്ന ഓരോ പാവങ്ങളെയും ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ അവിടുത്തെ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്നു. നമ്മൾ ഈ പുസ്തകത്തിൽ 84-ാമത്തെ പേജാണ് വായിക്കുക. ഇതിൽ നമ്മൾ കേട്ടത് 4 വർഷമെങ്കിലും നമ്മൾ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ ശാന്തമായിട്ടിരിക്കണം. നമ്മൾ എടുത്ത് ചാടരുത്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ നിർത്തുന്നത് പോലെ നിങ്ങളും ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ നിൽക്കണം. കോഴിക്കുഞ്ഞുങ്ങൾ ഞാഞ്ഞൂല് കണ്ടാൽ അപ്പോൾ തന്നെ ഓടും. അതുപോലെ സാത്താൻ ഓരോ പ്രലോഭനങ്ങൾ കാണിച്ചു തരും. ഇതാണ് യെശയ്യാ 30-15-18 വരെ, ലൂക്കാ 10-17-20 വരെ. സാത്താൻ ഇടിമിന്നൽ പോലെയാണ് വരുന്നത്. ആദ്യത്തെ മാലാഖയായ ലൂസിഫറിന് അഹങ്കാരം പെട്ടെന്നാണ് വന്നത്.
എളിമയുള്ളവർക്ക് മാത്രമേ ദൈവം കൃപ കൊടുക്കുകയുള്ളൂ. അതുതന്നെയാണ് അമ്മയായ മറിയം തൻ്റെ സ്വസ്ത്രഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-52 തിരുവചനം. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. അഹങ്കാരികളെ ദൈവം പെട്ടെന്ന് തകർത്ത് കളയും, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ആ ഉയർത്തനാണ് ആത്മാവിലുള്ള ഉയർത്തൽ. എത്രമാത്രം എളിമ വരുന്നുവോ അത്രമാത്രം ദൈവം വാരിക്കോരി കൃപ തരും. പാപികൾക്കാണ് ദൈവം ഏറ്റവും കൂടുതൽ കൃപ കൊടുക്കുന്നത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ പാപിക്കാണ് കർത്താവ് ഏറ്റവും കൂടുതൽ കൃപ കൊടുക്കുന്നത്. പാപം ഇല്ലെന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ അതേപടി ഇരിക്കും. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-14 വരെ. ഫരീസയൻ പ്രാർത്ഥിച്ചു, ഞാൻ നന്മ പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് പാപം ഒന്നുമില്ല. ആര് വന്നാലും ബാങ്കിലെ ചെക്ക് എഴുതി കൊടുക്കും, ഉടനെ തന്നെ പത്രത്തിൽ ഫോട്ടോയും ഇടും. അതേസമയത്ത് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാണ്, കർത്താവെ, ഞാൻ പാപിയാണ്, എൻ്റെ ആത്മാവിനെ പരിഗണിക്കണമേ. ഇത് തന്നെയാണ് വിശുദ്ധ പൗലോസ് 1 തിമോത്തി 1:15 പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ നമ്മൾ കാണുകയാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് ഓരോ നിമിഷങ്ങളിലും എളിമപ്പെടാനാണ്. എളിമപ്പെടും തോറും കർത്താവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകും. നമ്മൾ കേട്ടു, കുമ്പസാരിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തുകയാണ്. ഇവിടെ പാപി പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ഫരീസിയനും പ്രാർത്ഥിക്കുന്നു. ആ പാപി ഉച്ചത്തിൽ ചങ്കത്തടിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ. നമ്മൾ പലപ്പോഴും നീതിമാന്മാരായിട്ട് നമ്മളിൽ തെറ്റുകൾ ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ നന്മകൾ ഓരോന്നോരോന്നായി നമ്മൾ എടുത്തു കാണിക്കുമ്പോൾ അവിടെ ഒരു നീതീകരണം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളിലേക്ക് തന്നെ തിരിയുമ്പോൾ, നമ്മൾ തന്നെ നമുക്ക് മാർക്കിടുകയാണെങ്കിൽ ഈശോയ്ക്ക് അവിടെ മാർക്കിടുവാൻ സാധിക്കുകയില്ല. അതേസമയം കർത്താവിന് നമ്മുടെ മേൽ മാർക്കിടാൻ നമ്മൾ അവസരം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യും. നമ്മൾ ഇല്ലാതാകുന്ന അവസരങ്ങളിൽ മാത്രമാണ് ഈശോയ്ക്ക് വന്ന് നമ്മിൽ പ്രവേശിക്കാൻ സാധിക്കുക. ഇതിൽ പറയാണ് യെശയ്യാ പ്രവാചന പുസ്തകം 30-ാം അധ്യായം 15 മുതലുള്ള തിരുവചനത്തിൽ, അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും, അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും. ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക. ഒരുവനെ പേടിച്ച് 1000 പേർ ഓടും, 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും ഓടും. നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരവും കുന്നിൻ മുകളിലെ ചൂണ്ടുപലകയും പോലെയായിരിക്കും. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതിൽ നമ്മൾ കാണുകയാണ്, നമ്മൾ സ്വസ്ഥതയോടും ശാന്തതയോടും കൂടി ഈ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ നമ്മൾ താഴ്മയോടെ ഇരിക്കണം. നമ്മൾ കണ്ടു, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കാക്കുന്നത് പോലെ ഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തോട് കൂടെ ആക്കി തീർക്കുവാൻ. അപ്പോൾ ഇസ്രായേൽ ജനം അഥവാ യഹൂദ് പറയുന്നത്, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ കാക്കുന്നത് പോലെ തിന്മയുടെ ശക്തിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതിന്, പാപത്തിൻ്റെ കുടിലതന്ത്രങ്ങളെയൊക്കെ നമ്മൾ വിവേചിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ ശാന്തമായിട്ടിരിക്കുക എന്നവിടുന്ന് ആവശ്യപ്പെടുക. സ്വസ്ഥതയും ആശ്രയത്തോടെയും നമ്മൾ ഇരിക്കുമ്പോൾ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ദൈവപുത്രനായ ഈശോയെ നമുക്ക് ലഭിക്കുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളിൽ അഹങ്കാരം ഉടലെടുക്കും. 10:17-20 വരെയുള്ള വചനത്തിൽ കാണുന്നുണ്ട്, സത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. അവർ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, കർത്താവെ, പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോഴാണ് ഈശോ പറയുക,
സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഈശോയെ നമുക്ക് ലഭിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുക. മാനസാന്തരം നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതുക. എളിമപ്പെടുമ്പോഴാണ് നമ്മുടെ പേരുകൾ സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടുക. ക്ഷമിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ പേരുകൾ സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടുക. നാവിനെ നിയന്ത്രിക്കുമ്പോൾ, കണ്ണുകളെ നിയന്ത്രിക്കുമ്പോൾ, കാലുകളെ നിയന്ത്രിക്കുമ്പോൾ, വിശുദ്ധി പാലിക്കുമ്പോൾ, ഹൃദയത്തെ നിയന്ത്രിക്കുമ്പോൾ ഒക്കെയാണ് സ്വർഗരാജ്യത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുക. ഈ വചനങ്ങളൊക്കെ പാലിച്ചു വരുമ്പോൾ തിന്മ കീഴടങ്ങുകയാണ്. 2 കൊറിന്തോസ് 2:10-11 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കുമ്പോൾ, ക്ഷമ കൊടുക്കുമ്പോൾ സാത്താൻ്റെ തല തകരുക. അതുകൊണ്ട് ഈശോ പറയുന്നില്ലേ, എൻ്റെ രാജ്യം ഇതല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിലല്ല. നമ്മളും ഭൗമിക രാജ്യത്തെ കെട്ടിപ്പടുക്കുമ്പോൾ ദൈവരാജ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ സത്യത്തെയും നീതിയെയും ഉയർത്തിക്കഴിയുമ്പോൾ ദൈവരാജ്യം അവിടെ ഉയരുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 9-14 വരെയുള്ള വചനത്തിൽ ലൂസിഫർ എന്ന മാലാഖയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന മാലാഖയായിരുന്നു. മാലാഖയ്ക്ക് അഹങ്കാരം വന്നപ്പോൾ ദൈവത്തെ പോലെ ആകാനും ദൈവത്തെക്കാളും വലിയ ആൾ ആകാനും ആഗ്രഹിച്ചപ്പോഴാണ് അവിടെ അഹങ്കാരം എന്ന പാപം ഉണ്ടാകുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലും 1-14 വരെയുള്ള വചനത്തിലൊക്കെ അവിടെ വന്ന് ആ സാത്താൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം എന്ന് പറഞ്ഞ് മനുഷ്യാത്മാക്കളെ ബ്ലൈൻഡാക്കിയപ്പോൾ മനുഷ്യരും അവനോടൊപ്പം അഹങ്കരിക്കുകയും ദൈവത്തെ ധിക്കരിക്കുകയും ചെയ്യുന്നു. നമ്മളും സാത്താനോട് സഹകരിക്കുമ്പോഴാണ് അവന് നമ്മിൽ വന്ന് പ്രവേശിക്കാനും അതിലൂടെ അവൻ്റെ പ്രവർത്തനങ്ങൾ പരിപൂർണമായിട്ടും നടപ്പിലാക്കാനും സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പെസഹ കാലത്തൊക്കെ നമ്മുടെ മാമോദീസ ഓരോ വർഷങ്ങളിലും നമ്മൾ പുതുക്കുന്നുണ്ട്. ആ പുതുക്കലിൻ്റെ സമയത്ത് നമ്മൾ ഏറ്റുപറയുന്നുണ്ട്, പാപത്തെയും പാപസാഹചര്യത്തെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഏക ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നു. ത്രിത്വിക ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സത്യസഭയും ഒക്കെ നമ്മൾ ആ സമയത്ത് ഏറ്റുപറയുന്നുണ്ട്. ആ കൂടെ നമ്മൾ പറയുന്നുണ്ട്, പാപത്തെയും പാപസാഹചര്യത്തെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. വെറുത്ത് ഉപേക്ഷിക്കുക, മാറ്റി നിർത്തപ്പെടുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവന് തിന്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം. മാറ്റി നിർത്തപ്പെടുമ്പോഴാണ്, അതിനെ അവഗണിച്ച് ഇല്ലാതാക്കുമ്പോഴാണ് സാത്താന് നമ്മൾ സമ്മതം കൊടുക്കാതിരിക്കുക. നമ്മുടെയും കൂടെ സഹകരണവും സമ്മതവും സ്വീകരിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും നമ്മളിൽ പ്രവേശിച്ച് അവൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് ഈശോയിലൂടെ മാത്രമേ നമുക്ക് ആ ദൈവിക നന്മയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം അവിടുന്ന് കെരൂബിനെ കാവൽ നിർത്തി, എന്നിട്ട് എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാള് അവിടെ സ്ഥാപിക്കുകയാണ്. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാള് അവിടെ സ്ഥാപിച്ചു. അഹങ്കാരം വരുമ്പോൾ കർത്താവ് നമ്മളെ ഓരോ പ്രാവശ്യവും എളിമപ്പെടുത്തുന്നതിനും അവിടുത്തെ ശാസനകൾ നമുക്ക് തരുന്നതിനും ശാസനകളും ശിക്ഷണങ്ങളും നമുക്ക് തന്ന്
നമ്മളെ വിശുദ്ധീകരിക്കുന്ന വാളാണ് ദൈവവചനം. നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന വാളാണ് ദൈവവചനം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ദൈവം ഏറ്റവും സ്നേഹിക്കുന്നവരെയാണ് അവിടുന്ന് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ ദൈവപുത്ര സ്ഥാനത്തിന് അർഹരായിത്തീരും. നമ്മൾ ഈ ശാസനങ്ങളും ശിക്ഷണങ്ങളും സ്വീകരിക്കുന്നില്ല എങ്കിൽ ലോകത്തിൻ്റെ പ്രതാപത്തിനും ലോകത്തിൻ്റെ മഹത്വത്തിനും ഒക്കെ ഒപ്പം നമ്മൾ പോകുന്നുവെങ്കിൽ ആ എളിമപ്പെടുത്തൽ നമ്മളിൽ സംഭവിക്കുകയില്ല. സുവിശേഷം 1-ാം അധ്യായം 51-52 തിരുവചനത്തിൽ എളിയവർക്ക് മാത്രമാണ് ദൈവം കൃപ കൊടുക്കുകയുള്ളൂ. അത് തന്നെയാണ് അമ്മയായ മറിയം തൻ്റെ സ്വസ്ത്രഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-52 തിരുവചനം. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചാൽ, അമ്മയായ മറിയം ആ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചതിന് ശേഷം അത്യുന്നത ദൈവത്തിൻ്റെ മുൻപിൽ യെസ് ഇതാ ഞാൻ എന്ന് പറഞ്ഞ് അവിടുത്തെ വചനം സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അപമാനങ്ങൾ, പരിശുദ്ധ അമ്മയ്ക്ക് ആ ഉണ്ണിയായ യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പോകേണ്ടിയിരുന്ന യാത്രകൾ, ദുർഘടമായ യാത്രകൾ, ഈജിപ്തിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഈശോയുമായിട്ടുള്ള പലായനങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനാകുകയും കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന അവസരങ്ങൾ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ മറിയം അത്യുന്നത ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ വരുവാൻ, ദൈവപുത്രനെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി എത്രമാത്രം പീഡകളും ത്യാഗങ്ങളും സഹിച്ചു. അതിലൂടെ സാത്താൻ്റെ തല തകർക്കുന്ന പരിശുദ്ധ മറിയത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ മറിയം ഈശോയെ സ്വീകരിച്ചതിന് ശേഷം പാടുകയാണ്, അവിടുന്ന് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. ഹൃദയത്തിൻ്റെ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ. അതുകൊണ്ടാണ് ഈ ദൈവരാജ്യത്തിൽ പ്രവൃത്തികളിൽ അല്ല, നമ്മുടെ വികാരങ്ങളിൽ പോലും കർത്താവിൻ്റെ കരുണ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധരൊക്കെ കൂടെ പോയി കുമ്പസാരങ്ങളൊക്കെ എടുക്കുന്നത്. ഹൃദയവിചാരത്തിലൊക്കെ പാപം വരുമ്പോൾ അവർ വീണ്ടും എളിമപ്പെടുകയാണ്. അഹങ്കാരികളെ ദൈവം പെട്ടെന്ന് തകർത്തുകളെയും എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ഈ ഉയർത്തലാണ് ആത്മാവിലുള്ള ഉയർത്തൽ. എന്നിട്ട് പറയണം, എത്രമാത്രം എളിമ വരുന്നോ അത്രമാത്രം ദൈവം വാരിക്കോരി കൃപ തരും. പാപികൾക്കാണ് ദൈവം ഏറ്റവും കൂടുതൽ കൃപ കൊടുക്കുന്നത്. ദൈവം ഏറ്റവും കൂടുതൽ കൃപ നൽകുന്നത് പാപികൾക്കാണ്. കാരണം അവർ ഈശോയെ അനുഭവിച്ചാൽ, അവർ ഈശോയിലൂടെ അടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും താൻ എത്രമാത്രം കർത്താവിൽ നിന്ന് അകലെയാണ്. അവരെങ്ങനെയെങ്കിലും ഈശോയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞ് നമ്മളിരിക്കുമ്പോൾ നമ്മൾ അതേപടി ഇരിക്കും. നമുക്ക് ഈശോയിൽ വളരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഓരോ നിമിഷങ്ങളിലും ഓരോ അവസരങ്ങളിലും നമ്മൾ പാപബോധം എടുക്കണം എന്നുള്ള കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ ഈ വചനങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി. കൂടുതൽ എളിമപ്പെടുവാൻ പരിശുദ്ധ മറിയത്തോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം. എളിമയിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നത്. പ്രവാചന പുസ്തകം 14-ാം അധ്യായം 9-14 വരെയുള്ള വചനത്തിൽ ലൂസിഫർ അഹങ്കരിക്കുമ്പോൾ, ഞാൻ എന്ന ഭാവം നമ്മളിൽ വരുമ്പോൾ അവിടെ അഹങ്കാരത്തിൻ്റെ രൂപത്തിൽ മുതലെടുക്കുന്നു. അതെല്ലാം നമ്മുടെ ആ ചിന്തയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മോചനം അതിനത് ദൈവം നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ആ ഒരു അനുഗ്രഹത്തിന് പാത്രമാകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. അമ്മയായ മറിയത്തോട് ചേർന്ന് ലൂക്കായുടെ സുവിശേഷം 46-55 വരെയുള്ള തിരുവചനത്തിൽ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പാടുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ
സർവീസിന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.